ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ മാഷയുടെ വളരെ മോശമായി സംസാരിക്കുമ്പോൾ നിർത്തടി എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി മാഷ സംസാരിക്കും. ഈ വീട്ടിൽ കയറി വന്ന ഒരു പെൺകുട്ടിയോടും ഞാൻ ഇത്രയ്ക്ക് മോശമായി സംസാരിച്ചിട്ടില്ല. ഈ വീടും പുരയിടവും എന്റെ മാത്രം വിയർപ്പിലും കണ്ണീരിലും ചോരയിലും കുതിർത്തുണ്ടാക്കിയതാ. ഇത് ഞാൻ പണയം വെക്കും. ചിലപ്പോ ഇടിച്ചു നിരത്തും, കടലിലെറിയും, ചിലപ്പോ കത്തിക്കും. ഒരുത്തനും ചോദിക്കാൻ വരണ്ട. ഇവന്റെ കച്ചിമാര് കേട്ടല്ലോ എന്ന് വിനയന്റെ മുഖത്ത് നോക്കിയിട്ടാ പറയണേ. കേറിപ്പോടാ എന്ന് പറയുമ്പോ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിനയൻ നന്ദിനിയുടെ കൈപിടിച്ച് അകത്തേക്ക് പോവാണേ. ശ്രീജ കരഞ്ഞുകൊണ്ട് പോവും. അങ്ങനെ മാഷെ ആ എഴുതിയിരിക്കുന്ന അത് നോക്കി ഇങ്ങനെ സങ്കടത്തില് വിങ്ങിപ്പൊട്ടി കരയുമ്പോ കമാഷേ എന്ന് വിളിച്ച് കമല അടുത്തേക്ക് വരും. ആരുടെ മുന്നിലും കൈ നീട്ടി തെണ്ടാൻ നിന്നെ ഞാൻ സുധാകര മാഷ് വിടില്ല. എല്ലാം വിട്ടെറിഞ്ഞു പോകേണ്ടി വന്ന ആരെയും പേടിച്ചോ നാണിച്ചോ മരിക്കാനും പോകുന്നില്ല. ഏതെങ്കിലും ഒരു വീടിന്റെ ചായ്പ് അല്ലെങ്കിൽ ഒരു ഒറ്റമുറി പെൻഷനും ആരുടെയെങ്കിലും പറമ്പിൽ കൊത്തിക്കളച്ചു കിട്ടുന്ന കൂലിയും അത്രയും മതി എനിക്ക് നിനക്കും ജീവിക്കാൻ. ആരുടെ മുന്നിലും ഇറക്കാൻ വിടില്ല. അതുപോലെ നിനക്ക്. കമലയുടെ സങ്കടം ഇരട്ടിയാവും. മാഷേ എന്ന് വിളിക്കുമ്പോ മാഷെ ചേർത്ത് പിടിക്കണേ. രണ്ടുപേരും അവിടെ ഇരുന്ന് കരയാം. ഇതേ സമയം കാട്ടിന്റെ അകത്ത് വേദയും വിക്രമും കൂടെ പുറത്തേക്കുള്ള കാട്ടിൽ നിന്നുള്ള വഴിയും തേടി ഇങ്ങനെ നടക്കാട്ടോ. അപ്പോഴായിരിക്കും ഒരു കാട്ടിലെ കാവ് കാണുന്നത്. വെതറി നോക്കി വിക്രം അതെന്താ വാ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ വിക്രം പറയും ആദ്യം നാട്ടിലേക്കുള്ള വഴി നോക്കാം. വേദ പറയും ചിലപ്പോ അങ്ങോട്ട് വഴി ഉണ്ടെങ്കിലോ. ദേ നോക്ക്, ഒരു പ്രതിഷ്ഠ. എന്തൊക്കെയായിരുന്നു. മനുഷ്യരില്ല മൃഗങ്ങൾ മാത്രമുള്ള സ്ഥലമാണ്. ഈ പൂജ നടത്തിയതും പൂക്കൾ അർപ്പിച്ചതും എന്തായാലും കൊരങ്ങനും കരടിയൊന്നും അല്ലല്ലോ, ആണോ? അപ്പോ മനുഷ്യർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വരാനും പോകാനുള്ള വഴിയുണ്ടെന്നല്ല അർത്ഥം. ആ വഴിയാണ് ഇതാ ആ കാണുന്ന നടപ്പാത. അത് ആദിവാസികൾക്ക് ഇങ്ങോട്ടുള്ള വഴിയാവാലോ. വേദ പറയും ആയിക്കോട്ടെ, ആ വഴി പുറത്തേക്ക് കിടക്കാൻ പറ്റുമല്ലോ, വാ എന്നാ പിന്നെ നടക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വേദ പറയും നടക്കാൻ വരട്ടെ, ആദ്യം വഴി കാണിച്ചു തന്നതിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാം പോരെ. വിക്രം പറയും എങ്കിൽ അതേടി, ഇനി പ്രതിഷ്ഠയിലെ വഴിപാടും പ്രദക്ഷിണവും നടത്തിയിട്ട് പോകാം. ഓടാൻ തുടങ്ങിയിട്ട് മണിക്കൂറായി. എന്നിട്ട് അവളുടെ ഒരു പൊട്ട തമാശ അടിച്ച് പല്ലു ഒഴിക്കാൻ വേണ്ടത്. വേദ പറയും വിക്രമാദിത്യന് എന്ത് പറഞ്ഞാലും ഞാൻ തൊഴുതിട്ടേ വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യ്, വിക്രമൻ ചെന്ന് കുറച്ച് പൂക്കൾ പറിച്ചോണ്ട് വാ. അത് കേൾക്കുന്ന വിക്രം ചോദിക്കും എന്ത് പൂക്കളോ? വേദ പറയും എന്താ മനസ്സിലായില്ലേ, ഇവിടെ ഇത്രയധികം പൂക്കൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട് അതാണെന്നല്ലേ. ആ വഴിപാട് നടത്തി അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് സ്ഥലം വിടാം, എന്താ? വിക്രം പറയും ദേ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വേദ പറയും ഈ ദിവസങ്ങളിലല്ലാതെ അത് പരീക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലോ വിക്രമ. ഒന്ന് പോയിട്ട് വാ വിക്രു. എനിക്കാണെങ്കിൽ കാല് വേദനിച്ചിട്ട് ഒരടി പോലും വെക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും എന്റെ വിക്രുവല്ലേ, പോയി പൂക്കളുമായിട്ട് വാ. എന്നിട്ടൊരു അർച്ചനയൊക്കെ നടത്തി കാടൊക്കെ ശരിക്ക് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് മടങ്ങാന്നേ. വിക്രം ചോദിക്കും ഒരുമിച്ച് അർച്ചന നടത്താനും ചുറ്റിക്കറങ്ങാനും ഇതെന്താ നമ്മുടെ ഹണിമൂൺ ട്രിപ്പാണോ? ഹാ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ വിക്രവും പറഞ്ഞത്. നമുക്കൊരു ചുമ്മാ രസത്തിന് അങ്ങനെ അങ്ങ് വിചാരിക്കാന്നേ. അതിൽ വിക്രം ഡി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അടിക്കാനായി ഓങ്ങും. ഏതെങ്ങനെ നോക്കി നിൽക്കും. ഛേ, നിങ്ങളെ പോലെ ഒരു അരസികൻ അല്ലേ, വേഗം പൂക്കളായിട്ട് വരാൻ നോക്ക്. ചെല്ലിന്റെ വിക്രു എന്ന് പറഞ്ഞ് അവിടെ ഉന്തി പറഞ്ഞയക്കാം. വിക്രം പോകുന്ന സമയത്ത് അതിലൂടെ ഒരു സർപ്പം പോവാ. ഇത് കാണുന്ന വേദ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവും. അയ്യോ വിക്രം പാമ്പ് എന്ന് പറഞ്ഞ് വിക്രത്തിനെ പോയി കെട്ടിപ്പിടിക്കും. അവിടെ വിക്രമാണെങ്കിൽ വേദയുടെ നൃത്തം കണ്ടതിനെ ചിരിച്ച് അങ്ങോട്ട് നോക്കണേ. അപ്പൊ അതിലൂടെ ഒരു സർപ്പം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതേസമയം മറ്റൊരു വഴിക്ക് ഗുണ്ടകൾ ഇവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ ശബ്ദം കേൾക്കുമ്പോ അവർ ഈ ഭാഗത്തേക്ക് വരണേ. ഇതേസമയം ആ സർപ്പം അങ്ങ് പോകും. വേദയുടെ വിക്രം പറയും ദേ അത് പോയി, ഇനി പൂ വേണോ? വേദ പറയും ഇന്നാ അർച്ചന വേണ്ടേ എന്ന് നോക്കുമ്പോ വിക്രമിനെ വേദ അങ്ങ് കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഫീലിൽ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴേ ഇവരെ ആ ഗുണ്ടകൾ കാണാ. ദേടാ അവര് വാ എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോവാ. ഇത് കാണുമ്പോ വിക്രവും വേദയും പേടിക്കും. വിക്രം പറയും ദാ അങ്ങോട്ട് നിൽക്ക്, ചെല്ല് എന്ന് പറഞ്ഞിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി നിർത്തും. വേദ ആ കാവിന്റെ ബാക്ക് സൈഡിലായിട്ട് പോയി നിൽക്കണേ. വിക്രം ഈ സമയം അവിടുന്ന് വലിയൊരു വടിക്കഷ്ണം എടുത്ത് അവിടുന്ന് ഓടിപ്പോവാണ്. അതിലിവര് അവിടുന്ന് വിക്രമിന്റെ പിന്നാലെ പോകും. അങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്തിട്ട് വിക്രം ഇവരെ തല്ലാണ്. വിക്രമിന്റെ തല്ലാൻ അവരും ശ്രമിക്കുന്നുണ്ട്. കത്തിയും വാളും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. എന്നാ വിക്രം എല്ലാവരെയും അടിച്ചൊടിച്ച് ആ ഒരു കത്തിയെടുത്ത് അഭിലാഷിനെ അടിക്കും. ആ വാളുമായിട്ട് അഭിലാഷിനൊരു വെട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അഭിലാഷിന്റെ ഗുണ്ടകളെ അഭിലാഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ പിടിക്കവനെ. അതില് വിക്രം അവിടുന്ന് ഓടിപ്പോകും. വിക്രമിനെ പിന്തുടർന്ന് അവരും ഇങ്ങനെ ഓടിപ്പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് നാട്ടിലാണ്. അവിടെ വിനയൻ റൂമിലിരിക്കുമ്പോ നന്ദിനി വന്നിട്ട് പറയും വർഷയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, വേദ അന്വേഷിച്ചുള്ള വരവാണെന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പോ വിനയൻ ഒരു സംശയത്തോടു കൂടി നോക്കുമ്പോ അതെ നോക്കണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞ തന്നെയാ ഒരു ഡോസ് കൊടുക്കാൻ. എന്തിനാടി ഈ സമയത്ത് ഇത് വേണ്ടായിരുന്നോ? നന്ദിനി പറയും നിങ്ങളുടെ അച്ഛന്റെ നെഗളിപ്പ് കണ്ടതല്ലേ,
ആയിക്കോട്ടെ, ജപ്തിയും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയണല്ലോ. വിനയം പറയും, ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറയണ്ടായിരുന്നു. ഒന്നാമത് ആ സ്ത്രീയുടെ നാവിന് എല്ലില്ല. അച്ഛന്റെ ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ എന്താ പറയാന്ന് പോലും പറയാൻ പറ്റില്ല. നന്ദിനി പറയും, അടി കിട്ടേണ്ടത് തളർന്നിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലാതെ എന്തും നേരിടാൻ പറ്റുന്ന സമയത്തല്ല. അപ്പോഴേക്കും കാറ് വരുന്ന ശബ്ദം കേൾക്കുമ്പോ ദാ അവരെത്തിന്ന് തോന്നുന്നു, വന്നേ വാ എന്ന് പറഞ്ഞിട്ട് വിനയനെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും വർഷ അവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മർ തന്നെ മാഷ് ഇങ്ങനെ നിൽപ്പുണ്ട്. കമല എന്ന് വിളിക്കുമ്പോ കമലയും അങ്ങോട്ട് ചെല്ലാണ്. നീ സംസാരിച്ചിരിക്കേ, ഞാനൊന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് പോകാൻ തുടങ്ങും. അങ്ങനെ അങ്ങ് പോയാലോ, അന്ന് ഞാനും ശ്രീയേട്ടനും വന്നപ്പോ ഞങ്ങളെ മര്യാദ എന്താന്ന് പഠിപ്പിക്കാൻ നോക്കിയ ആളല്ലേ. കോടതിയിൽ നിന്ന് ആ കുട്ടി ഇതുവരെ തിരികെ വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്കൊന്നും ഒരു വിഷമവും ഇല്ല. കമല പറയും, സാവിത്രിയമ്മയും പത്മവും വേദയെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഷു പറയും, അവരെ വിക്രത്തെയും വിളിച്ചിരുന്നു. എന്നിട്ട് രണ്ടുപേരുടെ അപ്പോ അവരൊന്നും പറയുന്നില്ല. വർഷേന പറയും, ഇങ്ങനെ ഒരു മാൻ മിക്സിങ് നടന്നിട്ടും നിങ്ങൾ കോടതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? വിനയം പറയും, ഇല്ല. അവര് പെട്ടെന്ന് തിരികെ വരികയാണെങ്കിൽ വെറുതെ ഒരു കേസാവണ്ടല്ലോ എന്ന് കരുതി. വർഷയ്ക്കും തിരിച്ചു വന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന അമ്മയ്ക്കും എന്തൊക്കെയാ പറയുന്നേ? വിക്രം അവളെ അന്വേഷിച്ചാ പോയിരിക്കുന്നത്. അവളെയും കൊണ്ട് വിക്രം വരും. വർഷയ്ക്കും വേദയെ അന്വേഷിച്ച് വരുന്നവരോടെല്ലാം അങ്ങനെ പറയണമെന്നാണോ നിങ്ങളുടെ മകൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? കേസ് കഴിഞ്ഞ് മകനെ കോടതി ജാമ്യത്തിൽ വിട്ടു. അവൻ തിരിച്ചും വന്നു. പക്ഷേ എതിരെ സാക്ഷി പറഞ്ഞ അവൾ മാത്രം വന്നില്ല. അപ്പൊ മാഷു പറയും, അവൾ അവിടെ നിന്ന് നേരെ നിങ്ങളുടെ വീട്ടിലേക്കല്ലേ വന്നത്? അവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോയിന്നേ? അതിന്റെ ഉത്തരം നിങ്ങളൂടെ പറയേണ്ടതല്ലേ? വർഷ പറയും, അതെ, ഞങ്ങൾക്കറിയാവുന്നതേ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. ബാക്കിയുള്ളത് എന്താന്ന് അവര് ചോദിക്കുമ്പോ പറയണം. അതോർത്താ മാത്രം മതി. തനിക്കെതിരെ സാക്ഷി പറഞ്ഞ ദേഷ്യത്തിന് നിങ്ങളുടെ മകൻ തന്നെ അവളെ കൊണ്ടുപോയി അവസാനിപ്പിച്ചതാണോ? പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇത് കേൾക്കുന്ന അമ്മ ആകെ പേടിക്കും. വിനയനങ്ങ് ദേഷ്യം വരും. ദേ, അനാവശ്യം പറയരുത്. ഞങ്ങൾ ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് കേൾക്കുമ്പോൾ നന്ദിനി ഞെട്ടിപ്പോകും. വർഷ പറയും, ആരാ ചെയ്തതെന്ന് ഇനി പോലീസ് കണ്ടുപിടിച്ചോളും. മാഷ് പറയും, ആയിക്കോട്ടെ, കൂട്ടത്തിൽ ഇവിടെയുള്ള ബാക്കിയുള്ളവരെ കൂടെ പ്രതിപട്ടികയിൽ ചേർത്തേക്ക്. ഞങ്ങൾ എല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തി നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ അപായപ്പെടുത്തിയെന്നായിക്കോട്ടെ പരാതി. ഇനി അതും കൂടെ മാത്രമേ കേൾക്കാനുള്ളൂ. പിന്നെ ഇനി ഒരു കാര്യം കൂടെ മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു വിട്ടത് ജില്ലാ ജഡ്ജി ശങ്കരനാരായണനാണോന്ന് മാത്രം. കേസിലെ വിക്രമിന് അനുകൂലമായി വിധി പറയേണ്ടി വന്ന ദേഷ്യം തീർക്കും അവസാനം കണ്ടെത്തിയ വഴിയാണോന്ന് സംശയമുള്ളതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും നാത്തനോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ കമലെ. എന്തായാലും അകത്ത് കയറ്റിയിരുത്തി ചായ കൊടുത്തിട്ട് വിട്ടാൽ മതി. നമ്മളായിട്ട് ഇനി ആദിത്യ മര്യാദ കാണിച്ചില്ലെന്ന് വേണ്ട. ഇങ്ങനൊരു മറുപടി വർഷം പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അത്രയും പറഞ്ഞ് മാഷ് അവിടുന്ന് പോകും. തെണുമ്പോ വർഷം പറയും, അങ്ങനെ എല്ലാരും കൂടെ ഒഴിഞ്ഞു മാറാനാണെങ്കിലേ ഇത് കേസ് ആവുക തന്നെ ചെയ്യും. ബാക്കി പോലീസിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വർഷം അവിടുന്ന് ഇറങ്ങി പോവാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാട്ടില് ഇപ്പൊ വേറെ തനിച്ചാണേ. വിക്രമിനെ അന്വേഷിച്ച് ഒരു വടിയും കുത്തിപ്പിടിച്ച് വിക്രം എന്ന് വിളിച്ചിങ്ങനെ പേടിച്ച് ചുറ്റിലും നോക്കിക്കൊണ്ട് നടന്ന് അന്വേഷിക്കുക. ഭേദ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. എന്തോ സൗണ്ട് കേൾക്കുമ്പോ ഒന്നുകൂടെ പേടിയാവും. വിക്രം എന്ന് ഉച്ചത്തിൽ വിളിക്കും. അങ്ങനെ വിക്രമിനെ വിളിച്ച് സങ്കടത്തോടു കൂടെ പേടിച്ച് കരഞ്ഞ് നടക്കണേ. ഈ സമയം എന്തോ ഒന്നിങ്ങനെ പിന്നാലെ വരുന്നുണ്ട് വേദയുടെ. എന്നിട്ട് ഒരുമാതിരി ശബ്ദം ഉണ്ടാക്കും. വേദ പേടിച്ച് തിരിഞ്ഞു നോക്കണേ. പെട്ടെന്ന് വിക്രമായിരിക്കും അത്. ശബ്ദം കേട്ട് വേദ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. വിക്രമിനെ കാണുമ്പോഴാ ഒന്ന് സമാധാനാവുന്നത്. എങ്കിലും പേടിച്ചല്ലോ. വേദയുടെ ഈ കളി കണ്ട് വിക്രം പൊട്ടിച്ചിരിക്കുക. വേദ സങ്കടത്തിൽ ഇങ്ങനെ ഒരുപാട് അടിക്കും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യും. വേദ വേണ്ട, അടിക്കില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും വേദയുടെ ആ സങ്കടം മാറുന്നവരെ ചെറുതായിട്ട് ഇങ്ങനെ തല്ലും. ശേഷം പൊട്ടിക്കരഞ്ഞ് വിക്രമിനെ കെട്ടിപ്പിടിക്കും. വിക്രം അയ്യേ എന്ന് പറഞ്ഞ് വേദയെ നോക്കണേ. എന്നാ വേദ വിക്രമിന്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടക്കണേ. വിക്രം ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. വേദയെ മാറ്റാൻ ശ്രമിക്കുമ്പോ വേദ മുറുകെ പിടിക്കും. അങ്ങനെ വിക്രമും വേദയും ആ കാട്ടിന്റെ നടുക്ക് പ്രണയിച്ചു നിൽക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് ഒരു കടൽ തീരത്ത് വന്നിരിക്കുകയാണ്. ആ സങ്കടങ്ങളൊക്കെ കടൽത്തിരയിലേക്ക് നോക്കി ഇല്ലാണ്ടാക്ക. പെട്ടെന്നൊരു കോള് വരും. കമലയെ വിളിക്കുന്നത്. എന്നാ കോള് എടുക്കുന്നില്ല. കമലയ്ക്കാണെങ്കിൽ പേടിയാവും. ശ്രീജെ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൂടി വന്നില്ലല്ലോ, എനിക്ക് പേടിയായിട്ട് വയ്യ. ശ്രീജ പറയും, അച്ഛൻ ബാങ്കിന്റെ കാര്യങ്ങൾക്ക് ആരെങ്കിലും കാണാൻ പോയതായിരിക്കും അമ്മ. അമ്മ സമാധാനമായിട്ട് ഇരിക്കേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. കമലയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. വീണ്ടും ഫോൺ എടുത്ത് വിളിക്കും. ഇപ്രാവശ്യം മാഷ് കോൾ എടുക്കും. ആ മാഷ് എന്താ വിളിച്ചിട്ട് എടുക്കാത്തത്? എനിക്കിവിടെ ഒരു സമാധാനം ഇല്ലാതിരിക്കുക. ഞാൻ വരാം, നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. ശ്രീജയ്ക്കും എന്താ പറഞ്ഞത്? വരാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല അമ്മേ, അച്ഛൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അമ്മ സമാധാനായിട്ടിരിക്കേ എന്ന് പറയുന്നുണ്ടെങ്കിലും കമലയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ മാഷ് സങ്കടത്തോടു കൂടെ ഇപ്പോഴും കടൽ തീരത്തിരിക്കുകയാണ്. ഇപ്പൊ കരയുന്നൊന്നുമില്ല, മനസ്സാകെ മരവിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും അപ്പുറത്ത് ഒരു കുട്ടിയെ ഇങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ എടുത്ത് പൊന്തിക്കുന്നേ. ചെറിയ കുട്ടിയാട്ടോ. മാഷ് ഇങ്ങനെ അത് നോക്കി ആ മക്കളുടെ ചെറുപ്പകാലത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ പ്രമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് വിക്രവും വേദയും ആ രാത്രിയും കാട്ടിൽ തന്നെയാ.
പിന്നെ വേദയ്ക്ക് വേണ്ടി തേൻ എടുക്കുന്നതൊക്കെ അടുത്ത ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്